ഈശോമിശിഹായിലെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് 115-ാമത്തെ സങ്കീർത്തനമാണ്. കർത്താവ് മാത്രമാണ് ദൈവം എന്നേറ്റു പറയുന്ന ഒരു സങ്കീർത്തനമാണ്. 18 തിരുവചനങ്ങൾ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തിനും വിശ്വസ്തതയും അവയെ പ്രതി അങ്ങയുടെ നാമത്തിന് മഹത്വമുണ്ടാവട്ടെ എന്നാണ്. വിജാതീയ വിഗ്രഹങ്ങളല്ല, മറിച്ച് ഇസ്രായേലിന്റെ ജീവനുള്ള ദൈവത്തിനാണ് മഹത്വം ലഭിക്കേണ്ടത് എന്ന് സങ്കീർത്തനം ആരംഭിക്കുന്നു. വെള്ളിയും പൊന്നും കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങൾക്ക് വായും കണ്ണുകളും ഉണ്ടെങ്കിലും സംസാരിക്കാനോ കാണാനോ കഴിയില്ല എന്ന് സങ്കീർത്തകൻ ആവർത്തിക്കുന്നു. സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ച യഥാർത്ഥ ദൈവം സ്വർഗത്തിൽ വസിക്കുകയും തനിക്കിഷ്ടമുള്ളതെല്ലാം ചെയ്യുകയും ചെയ്യുന്നു എന്ന് ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നു. ഇസ്രായേലിന്റെ ഭവനത്തെയും അഹറോന്റെ ഭവനത്തെയും കർത്താവിനെ ഭയപ്പെടുന്ന എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ഈ സങ്കീർത്തനം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. മരിച്ചവരല്ല, ജീവിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനം അവസാനിക്കുന്നത്. ഈശോയെ, ഇന്നത്തെ ഈ ദിവസത്തിൽ ഈ ലോകം തരുന്ന സൗഭാഗ്യമോ അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിർമ്മിച്ചിരിക്കുന്ന വിഗ്രഹങ്ങളോ സംസാരിക്കാനോ അധികാരമില്ലാത്തതോ ആയ മറ്റ് ദൈവങ്ങളെ ഞങ്ങൾ ആദരിക്കുവാനായിട്ട് വണങ്ങുവാനായിട്ട് ഇടവരുത്തരുതേ. നീയാണ് യഥാർത്ഥ ദൈവവും കർത്താവും. ഈശോ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ഞാൻ വഴിയാണ്, സത്യമാണ്, ജീവനാണെന്ന്. നമുക്കത് ഇന്ന് ഏറ്റുപറയാം. അധരത്തിലും ജീവിതത്തിലും ഈശോ വഴിയാണ്, സത്യമാണ്, അവിടുന്നാണ് ജീവനെന്ന്. ദൈവം സമർത്ഥമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ്, വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.